സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും തള്ളി. കേരളത്തിൽ അതിവേഗ റെയിൽപാത വരുന്നു. DMRC മുൻ മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ DPR തയ്യാറാക്കും. ഇതിനായി DMRCയുടെ ഓഫീസ് പൊന്നാനിയിൽ സജ്ജമായി. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 430 കിലോമീറ്റർ നീളത്തിലാണ് റെയിൽപാത. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ അതിവേഗ പാത നിർമ്മിക്കുകയാണ് ലക്ഷ്യം. കേരളത്തിന്റെ വികസന കുതിപ്പിൽ നിർണായകമാകാൻ പോകുന്ന മലയാളിയുടെ യാത്രാ സങ്കല്പങ്ങളെ ഒന്നാകെ പൊളിച്ചെഴുതുന്ന ഒന്നായിരിക്കും അതിവേഗ റെയിൽ പദ്ധതി. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം വലിപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല. എങ്കിൽ പോലും ഭൂമിശാസ്ത്രപരമായ കേരളത്തിന്റെ പ്രത്യേകതയാണ് ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിപ്പിക്കുന്നത്. 2009 ആയിരുന്നു അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യ പഠനം നടന്നത് എങ്കിലും പിന്നീട് ആ പദ്ധതി ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴിതാ വീണ്ടും അതിവേഗ റെയിൽ പദ്ധതിക്ക് വേണ്ടിയുള്ള DPR തയ്യാറാക്കുകയാണ്. എന്താണ് ഈ അതിവേഗ റെയിൽപാതയിലൂടെ വിഭാവനം ചെയ്യുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നീളുന്നതാണ് ഈ അതിവേഗ റെയിൽപാത എന്നത്. അതായത് ഏകദേശം 430 കിലോമീറ്റർ. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ കണ്ണൂരിലേക്ക് യാത്ര ആരംഭിച്ചാൽ ആ യാത്ര ആരംഭിച്ച് 3 മണിക്കൂറും 50 മിനിറ്റും പിന്നിടുമ്പോൾ അയാൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിൽ എത്താം. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ സമയവും 3 മണിക്കൂറും 50 മിനിറ്റും എന്നതാണ്. ഇവിടെ എടുത്തു പറയേണ്ടത്, നിലവിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ആണ് കേരളത്തിൽ അതിവേഗ സർവീസുകൾ നടത്തുന്നത് എങ്കിൽ ആ വന്ദേ ഭാരതിനേക്കാൾ വേഗതയിൽ ഉള്ള സർവീസുകൾ ആയിരിക്കും അതിവേഗ റെയിൽ പദ്ധതിയുടെ ഭാഗമായി നടക്കാൻ പോകുന്നത്. അതായത് 1 മണിക്കൂറിൽ 200 കിലോമീറ്റർ പിന്നിടുന്ന തരത്തിൽ ആയിരിക്കും അതിവേഗ റെയിൽ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ചുകൂടി വിശദമായി പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ കൊച്ചിയിലേക്ക് എത്തുന്നതിന് 1 മണിക്കൂറും 20 മിനിറ്റും മാത്രമാണ് സമയം വേണ്ടിവരിക എന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് യാത്ര പുറപ്പെടുമ്പോൾ അവിടെ 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾക്ക് ഈ റെയിൽ സർവീസിലൂടെ കോഴിക്കോട്ടേക്ക് എത്തിപ്പെടാൻ സാധിക്കും. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മണിക്കൂറും 50 മിനിറ്റും എന്നതാണ്. 2009 ഈ സാധ്യതാ പഠനം നടത്തുമ്പോൾ 14 സ്റ്റേഷനുകളെ കുറിച്ചാണ് ആലോചിച്ചിരുന്നത് എങ്കിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ പിന്നിടുമ്പോൾ 22 സ്റ്റേഷനുകൾ ആണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. തുടക്കത്തിൽ ഈ സർവീസ് ആരംഭിക്കുമ്പോൾ ഓരോ ട്രെയിനുകളിലെയും കോച്ചുകളുടെ എണ്ണം എന്നത് 8 കോച്ചുകൾ എന്നതായിരിക്കും. ഒപ്പം 560 യാത്രക്കാർക്കാണ് ഈ സർവീസിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുക. ഏറ്റവും എടുത്തു പറയേണ്ടത് 5 മിനിറ്റ് ഇടവേളയിൽ സർവീസ് ഉണ്ടാകും എന്നതാണ്. ഒരു പക്ഷേ ഇതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. എങ്കിൽ പോലും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് 5 മിനിറ്റ് ഇടവേളയിൽ സർവീസ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂറിൽ 12 സർവീസുകളോളം വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തിരിച്ചും ആ രീതിയിലുള്ള സർവീസ് ആണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം വന്ദേ ഭാരതിന് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉള്ള സംസ്ഥാനം കേരളമാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾക്ക് വലിയ വിജയ സാധ്യതയാണ് കണക്കിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർവീസുകളുടെ എണ്ണം കൂടും എന്ന സൂചനകൾ പുറത്തു വരുന്നത്. മറ്റൊന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചിലവിൻ്റെ കണക്കുകൾ ആണ്. ഒരു പക്ഷേ ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെ എന്ന് പറയാം. ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതിക്ക് വേണ്ടി 60,000 കോടി രൂപയാണ് ചിലവാക്കേണ്ടി വരുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് പ്രകാരം സംസ്ഥാന സർക്കാർ അതിൻ്റെ 50%, 30,000 കോടി, കേന്ദ്ര സർക്കാർ അടുത്ത 50%, 30,000 കോടി രൂപ ഇങ്ങനെയാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. മാത്രവുമല്ല 5 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം കൂടിയാണ് മെട്രോമാൻ പങ്കുവെക്കുന്നത് എന്നതാണ്. ഇങ്ങനെയൊരു ബൃഹത് പദ്ധതി കടന്നു പോകുമ്പോൾ ഇവിടെ വിവാദങ്ങൾക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആ വിവാദങ്ങൾ നമുക്ക് ഇതിനു മുമ്പുള്ള സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കേണ്ടതാണ്. അതായത് സമാനമായ ഒരു അതിവേഗ പാതയെക്കുറിച്ചുണ്ടായ ചർച്ച എന്നത് സിൽവർ ലൈൻ ആയിരുന്നു. അന്ന് സിൽവർ ലൈൻ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുണ്ടായി. മഞ്ഞക്കുറ്റി കാലങ്ങളോളം ചർച്ച ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ടായെങ്കിൽ അത്തരം വിവാദ സാധ്യതകൾ ഇല്ല എന്നാണ് മെട്രോമാൻ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്നത് നമുക്കറിയാം, കേരളത്തിൽ ഒരു ടൗൺഷിപ്പ് മാതൃകയിലാണ് ഓരോ പ്രദേശങ്ങളും എന്നത്. ഓരോ പ്രദേശത്തും അധികം ആളുകൾ അധിവസിക്കുന്ന ജനവാസ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ നഗര കേന്ദ്രീകൃതമാകുന്ന ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിലൂടെ കൂടിയാണ് ഈ പാത കടന്നു പോകുന്നത്
നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ ആളുകൾ വിഭജിക്കപ്പെട്ടു പോകില്ലേ എന്ന സംശയം, കേരളം തന്നെ വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ എന്ന സംശയമുണ്ടാകാം. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടത് 70% ജനവാസ മേഖലകളിലൂടെ കടന്നു പോകുന്നത് എലിവേറ്റഡ് പാത എന്ന നിലയിൽ ആയിരിക്കും എന്നതാണ്. 20% ടണൽ പാതകളും ഉണ്ടാകും എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ജനവാസ മേഖലകളെ സാരമായി ബാധിക്കാത്ത തരത്തിൽ ആയിരിക്കും ഈ പദ്ധതി വിഭാവനം ചെയ്യാൻ പോകുന്നത്. അതുമാത്രവുമല്ല, ഭൂമി ഏറ്റെടുക്കലുമായി എടുത്തു പറയേണ്ടത് ഈ എലിവേറ്റഡ് പാതകൾ എന്ന് പറയുമ്പോൾ തൂണുകളിൽ നിൽക്കുന്ന ഒരു പാത എന്ന് നമുക്ക് നിരീക്ഷിക്കാം. ഇപ്പോൾ തന്നെ എറണാകുളത്ത് നഗരത്തിലൂടെ പോകുന്ന മെട്രോ പാത എങ്ങനെയാണോ കടന്നു പോകുന്നത്, അപ്പോൾ സ്വാഭാവികമായും നിരവധി ആളുകളുടെ ഭൂമി ഏറ്റെടുക്കേണ്ടതായി വരും. ആ ഭൂമിയിലായിരിക്കും ഈ തൂണുകൾ നിർമ്മിക്കേണ്ടതായി വരുന്നത്. ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സജഷൻ എന്നത് ഈ ഭൂമി നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കും. അതിനുശേഷം ഈ ഭൂമിയുടെ ഉടമസ്ഥർക്ക് തന്നെ ആ ഭൂമി വിട്ടു നൽകും. അതായത് ഈ റെയിൽവേ കടന്നു പോകുന്ന റെയിൽവേ തൂണുകൾ ഉള്ള ഭൂപ്രദേശം അതാത് ഉടമകളുടേത് തന്നെയായി പിന്നീട് മാറും. അവിടെ കൃഷി ഉൾപ്പെടെയുള്ള എന്ത് ആവശ്യങ്ങളും നിറവേറ്റാം. വീടുകൾക്ക് മാത്രമാണ്, വീടുകളും മറ്റ് കെട്ടിടങ്ങളുമൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രത്യേക അനുമതി നേടേണ്ട സാഹചര്യം ഉണ്ടാകും. അവിടെ ഒരു നിശ്ചിത ദൂരപരിധിയിൽ മാത്രമായിരിക്കും അത്തരം നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയുള്ളൂ. മറ്റ് ഭൂപ്രദേശം ഈ നിർമ്മാണത്തിന് ശേഷം ഭൂമി ഉടമകൾക്ക് തന്നെ തിരിച്ചു നൽകുന്ന തരത്തിൽ ആയിരിക്കും ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, തുടക്കത്തിൽ 14 സ്റ്റേഷനുകൾ ആയിരുന്നുവെങ്കിൽ അതിപ്പോൾ 22 എന്ന നിലയിലേക്ക് ഉയർത്തുമ്പോൾ കഴിയുന്നത്ര ആളുകൾക്ക് ഈ റെയിൽവേയുടെ സേവനം ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകും. വർക്കല, കൊല്ലം, കൊട്ടാരക്കര, അടൂർ, ചെങ്ങന്നൂർ, കോട്ടയം എന്നിങ്ങനെ റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ട്. ഒപ്പം വൈക്കം, എറണാകുളം ബൈപ്പാസ് എന്നിവയാണ് കേന്ദ്രീകരിക്കുന്നത്. അതായത് എറണാകുളത്ത് നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആളുകൾക്ക് ഇവിടേക്ക് എത്താൻ പറ്റും. ആലുവയും നെടുമ്പാശ്ശേരിയും മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ ആണ്. പ്രത്യേകിച്ച് വിമാനത്താവളം, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കൂടി ആളുകൾക്ക് എത്തുന്നതിന് സൗകര്യപ്രദമാകുന്ന തരത്തിലായിരിക്കും അവിടെ റെയിൽവേ സ്റ്റേഷൻ ക്രമീകരിക്കുക. കുന്നംകുളം, എടപ്പാൾ, തിരൂർ, മലപ്പുറം അങ്ങനെ കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൂടെയും ഈ ട്രെയിൻ സർവീസ് കടന്നു പോകും എന്ന് മാത്രവുമല്ല അവിടെയും സ്റ്റേഷനുകളുണ്ടാകും. കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിങ്ങനെയാണ് ഇപ്പോൾ സ്റ്റേഷനുകളും വിഭാവനം ചെയ്തിട്ടുള്ളത്. 5 വർഷത്തിനകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി അതിവേഗ റെയിൽ യാഥാർത്ഥ്യമാക്കാം എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അത് വലിയ വികസന കുതിപ്പിന് തുടക്കം കുറിക്കും. അതോടൊപ്പം സൂചിപ്പിച്ചതുപോലെ മലയാളികളുടെ യാത്രാ സങ്കല്പങ്ങളിൽ കാതലായ മാറ്റവും വരും എന്ന് ഉറപ്പിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.